ഇന്ന് കിച്ചണിലേക്ക് കടന്നിരിക്കുക കേട്ടോ. ഇന്ന് ഹോളിഡേ ആണ്. അപ്പോൾ ഞങ്ങൾക്കൊരു 5 ദിവസം ഹോളിഡേ ഉണ്ട് ദീപാവലിക്ക്. അപ്പോൾ അതിലിന്ന് 2ാം ദിവസം 3ാം ദിവസമാണ് ഇന്ന് 2ാം ദിവസം. ഇന്ന് 2ാം ദിവസം. ഈ പ്രാവശ്യം ഞങ്ങൾക്ക് എവിടേക്കും ഒന്നും പോകാനൊന്നും പറ്റിയില്ല. ദൂരെ യാത്രയ്ക്കൊന്നും നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഞങ്ങൾക്ക് സ്കൂളിൽ പോകേണ്ട ദിവസങ്ങളാണോ കംപ്ലീറ്റ്ലി ഹോളിഡേ ആണോ എന്നൊന്നും നേരത്തെ കൂട്ടി അറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്തില്ല. പിന്നെ ഉടനെ ഞങ്ങൾ പ്ലാൻ ഇട്ടു നേപ്പാളിലൊക്കെ ഒന്ന് പോകാമെന്ന്. പക്ഷേ ദീപാവലിയുടെ അന്നും ദീപാവലിയുടെ പിറ്റേ ദിവസമൊക്കെ നേപ്പാളിൽ ഞങ്ങൾ കാണാത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. നേപ്പാളിൽ നമ്മൾ മുമ്പ് പോയി വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ കാണാത്ത ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോകാമെന്നൊക്കെ പ്ലാൻ ഇട്ടതായിരുന്നു. അപ്പോൾ അത് ക്യാൻസലായി. ദീപാവലിയുടെ അന്നും ദീപാവലിയുടെ പിറ്റേ ദിവസം അവിടെ ഹോളിഡേ ആണ്. അപ്പോൾ പിന്നെ അതൊന്നും നടക്കില്ല. എല്ലാ അടുത്തൊക്കെയുള്ള പല സ്ഥലങ്ങളിലൊക്കെ വേണമെങ്കിൽ പോയൊക്കെ വരാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ഇതാ കുക്കിങ്ങിനായിട്ട് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ വീട്ടിൽ തന്നെയുണ്ട്. വളരെ കംഫർട്ടബിളായിട്ട് എല്ലാവരും വീട്ടിൽ തന്നെയുണ്ട് ഇപ്രാവശ്യം. നാളെ എവിടെയും പോകുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇവർ സാറുമാരൊക്കെ കൂടെയൊക്കെയാണ് തീരുമാനിച്ച് ഓൺ ദ സ്പോട്ടിലേക്കാണ് പറയുന്നത്. പെട്ടെന്ന് റെഡിയോ നമുക്ക് അവിടെ പോകാമെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിലവിലിപ്പോൾ വീട്ടിലുണ്ട്. ഇപ്പോൾ നമ്മളിന്ന് ഉച്ചക്കലത്തെ ലഞ്ച് പ്രിപ്പറേഷന് കിടക്കാണ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചത് നമുക്കൊരു സാമ്പാർ കറി ഉണ്ടാക്കണം, പിന്നെ ചോറ്, പിന്നെ പപ്പടം. സാമ്പാർ ഉണ്ടാക്കുമ്പോൾ പിന്നെ തോരനൊന്നും ഉപ്പേരി ഇവിടെ ആർക്കും നോട്ടില്ല. ആകെയുള്ളത് ഞാനും ചേട്ടനും അഞ്ജലിയും. അഞ്ജലിക്ക് ഉപ്പേരി എന്നുള്ള ഭാഗത്തേക്ക് അഞ്ജലിക്ക് വരണ്ട. പിന്നെ ഞങ്ങൾ ഫോഴ്സ് ചെയ്യുമ്പോൾ വഴക്കൊക്കെ പറയുമ്പോൾ എടുത്ത് കഴിക്കണ്ട, വെജിറ്റബിൾസ് കഴിക്കണം എന്നൊക്കെ പറയുമ്പോൾ കഴിക്കും. ഇപ്പോൾ സാമ്പാറൊക്കെ ആണെങ്കിൽ അത് കൂട്ടി ചോറുണ്ടുമ്പോൾ പറയും ഇത് വെജിറ്റബിൾസ് അല്ലേ, പിന്നെ എന്തിനാ വേറെ ഉപ്പേരിയൊക്കെ എടുക്കണേന്ന്. അവിടെ എന്തായാലും ഉപ്പേരിയൊന്നും ഉണ്ടാക്കാൻ പോകില്ല. സാമ്പാറും ചോറും ഉണ്ടാക്കണം, പപ്പടം വറക്കണം. അതാണ് ഇന്നത്തെ ഒരു മെനു. അപ്പോൾ നമുക്ക് വേഗത്തിൽ കുക്കിങ്ങിന് കിടന്നാലോ. അപ്പോൾ എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അതാ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഞാൻ കയ്യിലുള്ള കുറച്ച് കഷ്ണങ്ങളൊക്കെ ഫ്രിഡ്ജിനകത്ത് ഉണ്ടായിരുന്നൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് നിന്ന് ക്ലീൻ ആക്കി എടുക്കണം. ഞാൻ പീലർ ഒന്നും എടുക്കട്ടെ. പിന്നെ ഇതാ പരിപ്പ് ഞാൻ ഓൾറെഡി ഇതേ കഴുകി വെള്ളമൊക്കെ ഒഴിച്ചിങ്ങനെ വെച്ചിട്ടുണ്ട്, ഒന്ന് കുതിർന്ന് കിട്ടാനായിട്ട്. എപ്പോഴും അങ്ങനെ കുതിരാനായിട്ടൊന്നും വെക്കാറില്ല കേട്ടായിരുന്നു. ഇപ്പോൾ സമയം കിട്ടിയതുകൊണ്ട് ഓർത്തത് കൊണ്ട് ഞാൻ രാവിലെ തന്നെ അങ്ങനെ കുതിരാനായിട്ട് വെള്ളത്തിലിട്ടേക്കണം. മുരിങ്ങക്കായ ഇല്ല കേട്ടോ. മുരിങ്ങക്കായ ഇല്ലാത്ത സാമ്പാറാണ്. മുരിങ്ങക്കായ ഞങ്ങൾക്ക് കൂടെ കിട്ടില്ല, കിട്ടാത്ത ടൈമാണ്. പിന്നെ ഞാൻ പച്ചക്കറികളൊക്കെ ഒന്ന് കഴുകി വേഗത്തിൽ കട്ട് ചെയ്തെടുക്കട്ടെ. കുറച്ച് കഷ്ണങ്ങളുള്ളൂ കേട്ടോ. എല്ലാ കഷ്ണങ്ങളൊന്നും ഫ്രിഡ്ജിനകത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ള കഷ്ണങ്ങളൊക്കെ വെച്ച് തട്ടിക്കൂട്ടണ്ട. സാമ്പാർ വെച്ചാൽ ഉച്ചക്കലത്തേക്കും വൈകുന്നേരത്തേക്കായി. എൻ്റെ ജോലി എളുപ്പമായി. വെണ്ടക്കായ ഞാനിവിടെ കഴുകി ഇവിടെ സെപ്പറേറ്റ് വെച്ചിരിക്കുകയാണ്. വെണ്ടക്കായ ഞാൻ ഇത്തിരി ഓയിലിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഏറ്റവും ലാസ്റ്റ് ചേർക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. 2-3 പച്ചമുളകും ഇത്തിരി കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. സപ്പോളയൊക്കെ ഇങ്ങനെ വലിയ കഷ്ണങ്ങളായിട്ടോ കട്ട് ചെയ്യുന്നത്. ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തക്കാളി ഒരു 1.5 തക്കാളി എടുത്തേക്കണം. തക്കാളി കൂടെ നന്നായിട്ട് വഴറ്റിയിട്ട് നമ്മൾ സാമ്പാറിൽ ചേർക്കണമെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഇന്ന് തേങ്ങ വറുത്തരച്ചാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കണം. ആ സാമ്പാറിനൊരു പ്രത്യേക രുചിയാണ് തേങ്ങ വറുത്തരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി നാട്ടിൽ നിന്ന് തേങ്ങ വറുത്ത് കൊണ്ടുവന്നത് ഫ്രീസറിൽ ഇരിപ്പുണ്ട് കേട്ടോ. ഇപ്പോഴും ഒരു കേടും വന്നിട്ടില്ല, ഒരു പ്രശ്നമില്ല. അതാവുമ്പോൾ എനിക്ക് വേഗം ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും. വേഗത്തിൽ നമുക്ക് അത് അരച്ച് കറിയുണ്ടാകും. അപ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2-3 പച്ചമുളകും കൂടെ ഞാൻ ഇടുന്നുണ്ട്. പിന്നെ ഇത്തിരി കറിവേപ്പില, പച്ചമുളകും കൂടെ ഇതിൻ്റെ ഒപ്പം തന്നെ കീറി ഇടുന്നുണ്ട്. ഇത്തിരി പഴുത്ത് തുടങ്ങിയ പച്ചമുളക്. നമുക്ക് ആദ്യം പരിപ്പ് കഴുകിയിടാം. പരിപ്പ് കഴുകി വെച്ചേക്കുന്നത്. ഈ ഉരുളക്കിഴങ്ങും കായയും ഞാൻ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിരുന്നത് എല്ലാം കൂടെ ഒരുമിച്ചോട്ടൊന്ന് വയ്ക്കുന്നത്. പിന്നെ അടുത്തത് നമ്മുടെ പച്ചക്കറികൾ ഇതെല്ലാം ഞാൻ ഇടുന്നുണ്ട് ഒരുമിച്ച്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു കായത്തിൻ്റെ ഒരു കൊച്ചു കഷ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായ ഞാനിങ്ങനെ കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ വയ്ക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എടുത്തിടാൻ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മൾ ഇട്ടിട്ട് കുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സാമ്പാറിന് നല്ലൊരു അടിപൊളി ഫ്ലേവറാണ്. ആ സാമ്പാറിൻ്റെ ആ കായത്തിൻ്റെയൊക്കെ സ്മെല്ല് അങ്ങോട്ട് വരുമ്പോഴല്ലോ നല്ല സൂപ്പർ സ്മെല്ലും ടേസ്റ്റൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ ഉടനെ ഇതിനകത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്.
ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഇത്തിരി പൊടികളൊക്കെ ചേർക്കുന്നുണ്ട്. ശകലം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ആയിട്ട് ചേർക്കണം. ഓൾറെഡി നമ്മൾ 3 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി ഇപ്പോൾ ചേർക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് പരിപ്പും കഷ്ണങ്ങളൊക്കെ ഒന്ന് കുക്കായി കിട്ടാനുള്ള ഒരു കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. കാരണം നമ്മൾ തേങ്ങ വറുത്തരച്ച് ചേർക്കുമല്ലോ, അപ്പോൾ നമുക്ക് ബാക്കി വെള്ളം ചേർക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു കുറച്ച് വെള്ളം ചേർത്തിട്ടുള്ളൂ. ഒരു 1/2 ഗ്ലാസ് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഇതിലേക്ക് ഞാനൊരു ശകലം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുക്ക് ചെയ്യാൻ വെക്കുന്നതിന് മുൻപ് തന്നെ. പരിപ്പൊക്കെ പുറത്തേക്ക് തിളച്ച് തൂവി പോകാതിരിക്കാനും പിന്നെ നമ്മുടെ സാമ്പാറിന് നല്ലൊരു എക്സ്ട്രാ ടേസ്റ്റും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പോൾ വെള്ളം ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറവാണെന്ന് തോന്നും, പക്ഷേ അത്ര കുറവല്ല കേട്ടോ. അടിയിൽ ഇങ്ങനെ വെള്ളമുണ്ട് കണ്ടോ, ഈ രീതിയിൽ ഇത്രയും വെള്ളമുണ്ട്. കഷ്ണങ്ങളൊക്കെ വേവാൻ ഇതൊക്കെ മതി. പിന്നെ പരിപ്പിനെ മാത്രം ഉദ്ദേശിച്ചാണ് ഇപ്പോൾ മെയിൻലി വെള്ളം ഒഴിച്ചേക്കണം. നമ്മൾ അരപ്പ് ചേർക്കുമ്പോൾ എല്ലാം റെഡിയാവും. നമുക്കിത് വേഗത്തിൽ തന്നെ അടുപ്പത്ത് വയ്ക്കാം. 2 വിസിൽ വേഗം വന്നിട്ട് പിന്നെ 1 വിസിൽ നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് കൂടെ വരുത്താം. ഒരു 3 വിസിൽ വന്ന് കഴിയുമ്പോൾ കഷ്ണങ്ങളും പരിപ്പൊക്കെ വെന്തു. പിന്നെ ഞാൻ എന്താ ഇവിടെ ഉള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളത്തിൽ. ഇത് നമുക്ക് വേഗം തൊണ്ട് കളഞ്ഞെടുക്കണം. നമ്മൾ തേങ്ങ വറുക്കണം നേരത്ത് ഇത്തിരി ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുത്തിട്ട് നമ്മൾ അരയ്ക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ല ഒരു കൊഴുപ്പ ഒരു തിക്നെസ്സും കിട്ടും, നല്ല ടേസ്റ്റി ആയിരിക്കും. ചെറിയ ഉള്ളിയൊക്കെ അരച്ച് നമ്മൾ സാമ്പാർ കറി ഉണ്ടാക്കുമ്പോൾ എനിക്കങ്ങനെ ഫീൽ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ ചെറിയ ഉള്ളി നന്നാക്കാനായിട്ട് എടുത്തിട്ടേക്കാണ് വെള്ളത്തിൽ. അപ്പോൾ ഞാൻ അപ്പോഴേക്കും ചെറിയ പണികളൊക്കെ തീർത്തിട്ടോ. അതാ ഉള്ളിയൊക്കെ തൊണ്ട് കളഞ്ഞ് ചെറുതായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് വഴറ്റുമ്പോൾ വേഗം എളുപ്പത്തിനൊന്ന് വഴന്ന് കിട്ടാനായിട്ട്. പിന്നെ കുക്കറൊക്കെ നമ്മൾ കഴുകിയെടുത്തു. അതുപോലെ നമുക്ക് ഉച്ചക്കലത്തേക്ക് വെക്കേണ്ട ചോറിനുള്ള അരി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ UP റൈസ് തന്നെയാട്ടോ ഞാൻ വയ്ക്കുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നതാണ്, നമ്മൾ 1 ഗ്ലാസ് അരി എടുത്താൽ 2 ഗ്ലാസ് വെള്ളം, ഡബിൾ വെള്ളം ഒഴിച്ചാണ് നമ്മൾ കുക്ക് ചെയ്യണേ. ഒറ്റ വിസിൽ വന്നാൽ മതി. എന്നിട്ട് ജോലി വേഗം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ചെയ്യുന്നത്. പിന്നെ മറ്റേ അരിക്ക് കൂടുതലും കഞ്ഞി വയ്ക്കുന്ന സമയത്ത് കഞ്ഞിയൊക്കെ കുടിക്കാൻ താല്പര്യം തോന്നുമ്പോഴൊക്കെ മറ്റേ നമ്മുടെ കുത്തരിയൊക്കെ എടുത്ത് വെക്കാറുണ്ട്. പിന്നെ സമയമൊക്കെ ഉള്ളപ്പോൾ ചോറ് വളർത്തും ചില ദിവസങ്ങളിലൊക്കെ വെക്കാറുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വെള്ളം ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, വെള്ളം ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു ശകലം ഓയിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ കേട്ടോ ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നമ്മളുടെ കുക്കിംഗ് ഓയിൽ എന്തെങ്കിലും ഇത്തിരി 1-2 തുള്ളിയൊക്കെ ചേർത്ത് കൊടുത്താൽ ചോറും മറ്റൊക്കെ അങ്ങനെ വിട്ട് നമുക്ക്, അല്ലെങ്കിൽ നാരങ്ങ നീര് ചേർത്താലും മതി. നമുക്കിത് അടച്ച് കുക്ക് ചെയ്യാനായിട്ട് വരും. ഞാൻ പരിപ്പ് ഇങ്ങോട്ടേക്ക് നീക്കി വയ്ക്കുകയാണ്. നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് കുക്കാവട്ടെ. ഇവിടെ ഇനി വേഗത്തിൽ എനിക്ക് തേങ്ങ വറുത്തെടുക്കണം. അപ്പോൾ ഇനി നമുക്കിത് ഇവിടെ തേങ്ങ വറുത്തെടുക്കണം. അപ്പോൾ തേങ്ങ വറുക്കണേക്കാൾ മുമ്പായിട്ട് ഞാൻ ആദ്യം വെണ്ടക്കായ വറുത്ത് കോരി മാറ്റണം. അപ്പോൾ നമുക്ക് ഓയിൽ ലാഭിക്കാം. വെണ്ടക്കായ നമ്മൾ ആദ്യം വറുത്ത് കോരി മാറ്റിയിട്ട് ബാക്കിയുള്ള ഓയിലിലേക്ക് തേങ്ങയിട്ട് നമ്മൾ വറുത്തെടുക്കണമെങ്കിൽ അപ്പോൾ എളുപ്പമായില്ലോ നമ്മുടെ ജോലി. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വെണ്ടക്കായുടെ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പാൻ നമ്മൾ നല്ല പോലെ തന്നെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സാമ്പാറിന് ഇത്രയും കൂടെ കൂടുതൽ ടേസ്റ്റൊക്കെ ഉണ്ടാകാനായിട്ട്. ഇപ്പം ഞാൻ കുറച്ച് ഓയിൽ ഒഴിക്കുന്നുള്ളൂ, നമുക്ക് കുറവാണെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ വെണ്ടക്കായ കഷ്ണങ്ങളൊക്കെ ഒരുവിധം വഴന്നിട്ടുണ്ട്. നമ്മൾ നല്ലപോലെ വാഷ് ചെയ്തെടുത്തതിന് ശേഷം തുടച്ചിട്ടാണ് നമ്മൾ ഓയിലിലേക്ക് ഇടണമെങ്കിൽ അതിൽ നിന്ന് ഒട്ടും തന്നെ ഓയിലൊന്നും പൊട്ടിത്തെറിക്കില്ല കേട്ടോ. ഇതിപ്പോൾ നമ്മൾ എടുക്കുന്നതുകൊണ്ട് ആ വെള്ളവും എണ്ണയും കൂടെ പൊട്ടിത്തെറിക്കും ചിലപ്പോൾ. അപ്പോൾ തുടച്ചിട്ടൊക്കെ ഇടുന്ന എനിക്ക് ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ തുടയ്ക്കാനൊന്നും നിന്നില്ല, വേഗത്തിൽ തന്നെ ഇട്ടു. അപ്പോൾ എന്തായാലും നമുക്ക് ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. അപ്പോൾ അതാ വെണ്ടക്കായ നല്ലപോലെ വഴന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വറുക്കാനുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന തേങ്ങ, നാട്ടിൽ നിന്ന് വറുത്ത്
നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുവന്ന തേങ്ങ നമ്മുടെ പാക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ കണ്ടവർക്കറിയാം. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഓയിലുണ്ട്. അപ്പോൾ ആ ഓയിലിലേക്കാണ് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കണേ. ഇത് ഓൾറെഡി ഒരു ഹാഫ് ഫ്രൈ ആയേക്കുന്നതാ. നമുക്ക് വേഗത്തിൽ തന്നെ ഇവിടെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളത് ഫ്രൈ ചെയ്ത സമയത്ത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സമയത്ത് ഇതൊന്നും ചേർത്തിട്ടില്ല. ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് കൊണ്ടുവരുന്നത്. ഇതൊന്ന് നല്ലൊരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. റൈസും കുക്കായി വിസിൽ വന്നു കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ എന്താ ഒരു 2-3 ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പൊടികളിൽ ഞാനിടാറുള്ളത് മല്ലിപ്പൊടി കേട്ടോ. ആദ്യം മല്ലിപ്പൊടിക്ക് ഇങ്ങനെ കളറ് കുറവല്ലേ, അപ്പോൾ അതൊന്ന് ആദ്യം ഇടണമെങ്കിൽ നല്ലപോലെ തേങ്ങയിലൊക്കെ കിടന്ന് നല്ലപോലെ മൂത്ത് കിട്ടും. അപ്പോൾ ആ കളറൊക്കെ ഒരു തേങ്ങയുടെ ഒപ്പം തന്നെ ഒരു ബ്രൗൺ കളറായി കിട്ടും. ആ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി കിട്ടും മല്ലിയുടെ. അപ്പോൾ ഇത് നമ്മൾ ഇട്ടിരിക്കുന്ന മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഉലുവയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട ബാക്കി ഐറ്റംസ് എടുക്കാം. ഞാൻ ഇവിടെ ഒരു കൊച്ചു കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ ശർക്കര നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് അലുത്ത് കിട്ടും. അപ്പോൾ അത് നമുക്ക് ചേർക്കേണ്ടതാണ്. പിന്നെ ഞാനൊരു ഇത്തിരി പുളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കരയിലെ പൊടി അങ്ങനെ ഒരു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ ഇത്ര പുളി എടുത്തിട്ടുണ്ട്. പുളി ഞാൻ വെള്ളം ഒഴിച്ചിടുന്നു. ഇവിടെ തേങ്ങയ്ക്ക് ഇവിടെ ഒരുവിധം നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇത്തിരിയും കൂടിയൊക്കെ വേണമെങ്കിൽ ഫ്രൈ ആക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഒത്തിരി നേരം ഫ്രൈ ചെയ്യുന്നില്ല, ഇത്രയ്ക്ക് ആക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട പൊടികളിടാം. മല്ലിപ്പൊടി നമ്മൾ ചേർത്ത് കഴിഞ്ഞു ഓൾറെഡി. ഇനി ഞാൻ ഇത്തിരി കാശ്മീരി മുളക് പൊടി ഇറക്കുന്നുണ്ട്. പിന്നെ എരിവിനായിട്ടൊരു ഒരു ചെറിയ സ്പൂൺ സാദാ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ശകലം മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഫ്ലെയിം ഓഫാക്കി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. അങ്ങനെ നല്ല ചൂടേപ്പാടെ നമുക്കിത് അരച്ചെടുക്കാൻ പറ്റില്ലല്ലോ. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നല്ലപോലെ അരയ്ക്കാം. അപ്പോൾ വെള്ളം ചേർക്കാതെ അരയ്ക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. പിന്നെ പറ്റില്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. എൻ്റെ ഇപ്പോൾ ഓയിൽ നല്ല കുറവുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും. ഓയിലൊക്കെ നന്നായിട്ട് ഒഴിക്കണമെങ്കിൽ പിന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യം വരില്ല. ഇതിപ്പോൾ ഞാൻ ചേർത്തേക്കണതിൽ കണ്ടോ, ഇപ്പോൾ അധികം ഓയിലില്ലാണ്ടാണ് എടുത്തേക്കണേ. നമുക്ക് എന്തായാലും ഇനി ഇത് ഞാൻ ഓഫാക്കി ഫ്ലെയിം ഓഫാക്കി ഒന്ന് തണുക്കാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് അവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ചേർക്കേണ്ടി വന്നു. വെള്ളം ചേർക്കാതെ നമുക്ക് അങ്ങനെ കംപ്ലീറ്റ്ലി അരഞ്ഞെടുക്കാൻ മാത്രമുള്ള ഓയിൽ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് വെള്ളം ചേർത്ത് അരച്ചിട്ടുണ്ട്. നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഇത് നല്ലപോലെ തന്നെ വെന്തിരിപ്പുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ നമ്മുടെ അരപ്പിനെ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കണം. ജാറും കൂടെ ഇതിലേക്ക് കഴുകി ഒഴിച്ച് പുളിവെള്ളവും പിന്നെ ശർക്കര വെള്ളവും എല്ലാം കൂടെ ചേർത്തിട്ട് പിന്നെ കുറവുള്ള വെള്ളം മാത്രം നമുക്ക് എക്സ്ട്രാ ചേർത്താൽ മതിയില്ല. ഞാൻ ജാറിതാ കഴുകി ഒഴിക്കട്ടെ ഇതിനകത്തേക്ക്. കഴിഞ്ഞു. പിന്നെ ഇതിനകത്തേക്ക് പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിവെള്ളം അല്ല കേട്ടോ, സോറി, ശർക്കര വെള്ളം. പിന്നെ പുളിവെള്ളം ഇവിടെ കലക്കി മിക്സാക്കി വെച്ചിട്ടുണ്ട്. പുളിവെള്ളം ഞാൻ ഇത്രേ ചേർത്തിട്ടുള്ളൂ കേട്ടോ, മുഴുവൻ ചേർത്തിട്ടില്ല. വെണ്ടക്കായ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ഇപ്പം അടുപ്പുമേലേക്ക് വെച്ചിട്ട് വെള്ളം കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നല്ല തിക്കാണ്. എരിവും ഒക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിവിടെ നിങ്ങൾ തിളക്കിയിട്ട് എൻ്റെ റൈസ് ഇപ്പോൾ കുക്കായിട്ടുണ്ട് കേട്ടോ. റൈസ് കുക്കായതാ റെഡി ആയിട്ടിരിപ്പുണ്ട്. റൈസിനെ ഞാൻ അങ്ങോട്ടേക്ക് താഴേക്ക് നീക്കി വെക്കണം. നമ്മുടെ കറിയൊക്കെ അവിടെ തിളച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഈ സമയത്ത് ഞാൻ വേഗത്തിൽ തന്നെ പപ്പടം വറുക്കാൻ പോകണം. പപ്പടം വറുക്കാനായിട്ട് നമുക്കിവിടെ അടുപ്പത്ത് വയ്ക്കാം. കറിയൊന്ന് ഞാൻ ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആദ്യം ഞാൻ പപ്പടം വറുത്തെടുക്കണം കേട്ടോ.
കറി ഇവിടെ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. കറി റെഡിയായി. നമുക്കിനി കറിയും കൂടെ ഒന്ന് താളിച്ചൊഴിക്കണം. അപ്പോൾ നമ്മുടെ ലഞ്ച് പ്രിപ്പറേഷൻ ഇതാ ഇപ്പോൾ റെഡിയാവും. ഞാൻ വേഗത്തിൽ തന്നെ താളിച്ചൊഴിക്കട്ടെ. അപ്പോൾ നമ്മുടെ കറി താളിച്ചൊഴിക്കാനായിട്ട് ഞാൻ എന്താ ഇത്തിരി കറിവേപ്പിലയും പിന്നെ ഇത്തിരി വറ്റൽമുളക് കൊടുത്തിട്ടുണ്ട്. പിന്നെ കടുകും ഉലുവ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിലൊക്കെ ഇവിടെ നല്ലപോലെ ചൂടായി. അപ്പോൾ ഞാൻ ആദ്യം എന്താ കടുക് ഇട്ട് കൊടുത്തിട്ടോ. ഇത്തിരി ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാമ്പാർ കറി ഇതാ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടോ. അപ്പോൾ തേങ്ങ വറുത്തരച്ച് നല്ല അടിപൊളി സാമ്പാർ ഇതാ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ പപ്പടം ഇരിപ്പുണ്ട്. പിന്നെ ചോറുണ്ടാ ഞങ്ങളുടെ റെഡി. ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോവാണ്. പിന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും ഞങ്ങൾ പുതിയ കർട്ടനൊക്കെ വാങ്ങിച്ചത്. അപ്പോൾ അത് ഇടുന്ന സമയത്ത് ഞാൻ വീഡിയോ നിങ്ങൾ കാണിക്കുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതാ നമ്മുടെ പുതിയ കർട്ടൻ ഇതാ അവിടെ ഫ്രണ്ട് റൂമിൽ തന്നെ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ ചേട്ടൻ. അപ്പോൾ മുഴുവൻ സെറ്റിങ്സും കഴിഞ്ഞിട്ടില്ല, ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ വീടിൻ്റെ ചുമരിനോടൊക്കെ ചേർന്ന് പോകുന്ന മാച്ചായി പോകുന്ന അങ്ങനത്തെ ഒരു കർട്ടനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഇഷ്ടമായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ലഞ്ച് പ്രിപ്പറേഷൻ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുക കേട്ടോ. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.